ഹലോ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഫ്രൂട്ട് സാലഡ് റെസിപ്പി കാണിക്കാനാണ് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ എന്ത് ഫ്രൂട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അത് വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇപ്പോൾ കുറച്ച് ഫ്രൂട്ട്സും കസ്റ്റർഡ് പൗഡറും ഒരു 1/2 ലിറ്റർ പാലും പിന്നെ പഞ്ചസാര കുറച്ച് ചിയ സീഡ്സ് ഇത്ര ആവശ്യമുള്ളൂ. ആദ്യം നമുക്ക് കുറച്ച് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. അതിന് ഒരു 2 ഗ്ലാസ് വെള്ളവും പിന്നെ ഒരു 5-6 ടേബിൾ സ്പൂൺ ഷുഗറും ഇട്ടിട്ട് നമുക്കൊന്ന് ബോയിൽ ചെയ്തെടുക്കാം. അത് ഒന്ന് നല്ലപോലെ വറ്റി ഒരു ചെറിയ വഴുവഴുപ്പൊക്കെ ആകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്ത് തണുക്കാൻ വയ്ക്കാം. പിന്നെ കസ്റ്റർഡ് റെഡിയാക്കാം. അതിന് ഒരു 2 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡറും പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്തിട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുത്ത് മാറ്റി വയ്ക്കാം. പിന്നെ ഒരു 1/2 ലിറ്റർ പാല് തിളപ്പിച്ച് 1/2 ലിറ്ററിൽ നിന്ന് തന്നെയാണ് നേരത്തെ 3 ടേബിൾ സ്പൂൺ പാലെടുത്തത് കേട്ടോ. ഇനി അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് അതൊന്ന് തിളച്ച് വരുമ്പോൾ നേരത്തെ റെഡിയാക്കിയ കസ്റ്റർഡിൻ്റെ മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കുക. നല്ല കുറുകി വരുമ്പോൾ അത് ഓഫ് ചെയ്ത് വയ്ക്കാം. അടി പിടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഒരു ടേബിൾ സ്പൂൺ ചിയ സീഡ്സ് കുറച്ച് വെള്ളം ഒഴിച്ച് സോക്ക് ചെയ്ത് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് ഫ്രൂട്ട്സ് ഓരോന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം. ആദ്യം ഒരു ഞാലിപ്പൂവനാണ് കട്ട് ചെയ്യുന്നത്. ഒരു പഴം എടുത്താൽ മതി. ഗ്രേവീസായിട്ട് കട്ട് ചെയ്തു. പിന്നെ ഒരു നേന്ത്രപ്പഴത്തിൻ്റെ പകുതി മാത്രമേ എടുക്കുന്നുള്ളൂ. അതിനൊരു 4ആയിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ നടുവിലത്തെ അരിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. അല്ലെങ്കിൽ സാലഡിൻ്റെ ഒരു കയ്പ്പ് രസമോ അല്ലെങ്കിൽ പെട്ടെന്ന് ചീത്തയാവുകയൊക്കെ ചെയ്യും. അപ്പോൾ അത് മാറ്റിയിട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഈ പഴം കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഉടനെ തന്നെ ഷുഗർ സിറപ്പിൽ ഇട്ട് വയ്ക്കുന്നത് നല്ലതായിരിക്കും. അതുകൊണ്ട് അത് ലാസ്റ്റ് ചെയ്താലും മതി. പിന്നെ പൈനാപ്പിൾ ഞാൻ ഓൾറെഡി കട്ട് ചെയ്തതാണ് വാങ്ങിയത്. പിന്നെ അത് ഒന്നുകൂടി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തു. പിന്നെ ഒരു മാങ്ങ എടുക്കുന്നുണ്ട്. അതിനെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തു. അതുപോലെ ഒരു പപ്പായ അതിൻ്റെ ഒരു 1/3 പോർഷൻ എടുത്ത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തു. പിന്നെ ഒരു പോമഗ്രാനേറ്റിൻ്റെ ഒരു പകുതി പോർഷൻ. ആ ഫ്രൂട്ട്സ് ഉള്ളതുകൊണ്ട് കുറേശ്ശെ എടുത്താൽ മതി കേട്ടോ. പിന്നെ ഒരു ബ്ലാക്ക് സീഡ്ലെസ് ഗ്രേപ്സ് അത് ചെറുതായിട്ട് കട്ട് ചെയ്തു. പിന്നെ ഒരു ഗ്രീൻ ആപ്പിൾ ഒരു റെഡ് ആപ്പിൾ അതിൻ്റെ രണ്ടിൻ്റെയും ഹാഫ് എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഫ്രൂട്ട്സും കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി എല്ലാം കൂടി ഷുഗർ സിറപ്പിൽ ഇട്ടിട്ട് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. അത് പൈനാപ്പിൾ, മാംഗോ, പപ്പായ, മുന്തിരി പിന്നെ പോമഗ്രാനേറ്റിൻ്റെ കുറച്ച് ഞാൻ ലാസ്റ്റ് ഒന്ന് ഭംഗിയാക്കി ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കി എല്ലാ ഫ്രൂട്ട്സും കൂടി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ആപ്പിളും അതുപോലെ പഴവും ഞാൻ അരിഞ്ഞപ്പോൾ തന്നെ ഷുഗർ സിറപ്പിൽ സെപ്പറേറ്റ് ഇട്ട് വെച്ചിരുന്നു. ഇനി അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്യാം. ഇതിന് ആവശ്യത്തിനുള്ള ഫ്രൂട്ട്സ് മാത്രം നമുക്ക് കസ്റ്റേർഡായിട്ട് മിക്സ് ചെയ്താൽ മതി. കസ്റ്റേർഡ് ഇപ്പോൾ നല്ലപോലെ തണുത്ത് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ബൗളിൽ കുറച്ച് ഫ്രൂട്ട്സും കസ്റ്റേർഡും കൂടിയിട്ട് മിക്സ് ചെയ്യാം. കുറച്ച് ചിയാസ് ആഡ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. ഇനി എൻ്റെ മുകളിൽ കുറച്ച് പോമഗ്രാനേറ്റ് ഇട്ട് ഇറ്റ് ഇസ് റെഡി ടു സെർവ്. ഇത് രാത്രിയാണ് ഉണ്ടാക്കി എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ച് അടുത്ത ദിവസമാണ് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത് കേട്ടോ. അടിപൊളി സാലഡാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.